മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നും എഴുത്തച്ഛൻ രചിച്ച ഒരു കവിതയാണ് കാട്ടുതീയിൽപ്പെട്ട കുടുംബം. ആരണ്യം തന്നിൽ പിടി പെട്ടിത് വഹ്നിദേവൻ കരഞ്ഞു തുടങ്ങി നാൾ ജരിതാദാനുമപ്പോൾ ദുർഹന്യനായ പിതാ മറ്റേയും ഉപേക്ഷിച്ചാൽ ദുഃഖിക്കുമാറായി ഞാൻ പൈതങ്ങളവരോടു പറക്കാ പോകാതെയും വന്നിടുവാലന്മാർക്ക് നിരക്കെ പിടിപെട്ടു വനത്തിലഗ്നിതാനും ഞാനിനി വറ്റേ എന്തോർത്തൻ തമ്പൂരാനെ കാനനത്തിങ്കലഗ്നി പിടിച്ചു നാലുപാടും. ഇങ്ങനെ കരയുമ്പോൾ പൈതങ്ങളൂര ചെയ്താൽ ഇങ്ങാനും പൊയ്ക്കൊള്ളുകമ്മേ നീ കൂടെ മരിക്കണ്ട. ഞങ്ങൾ ചാകിലോ പിന്നെ പെറ്റു സന്തതിയുണ്ടാ മങ്ങനെയുണ്ടാകുന്ന നീ കൂടെ മരിക്കിലോ. ഞങ്ങളെ സ്നേഹിച്ചു നീ സന്താനം മൂടിക്കണ്ട മംഗലം വന്നു കൂടും പിന്നെയുമെന്ന് വരും എന്നതു കേട്ടു പറഞ്ഞിടനാൻ ജരികയും എന്നുടെ പൈതങ്ങളെ നിങ്ങളും ഒന്നു വേണം. ഇക്കണ്ട മരത്തിൻ കീഴുണ്ടലി മാടമുണ്ട് പോകുവിൻ നിങ്ങളെന്നാൽ ഞാനൊന്നു ചെയ്തിടാം. പുഴുകൊണ്ടതിൻ മുഖം മൂടുവയ്ക്കുകയും ചെയ്യാം. ഒഴിതൻ താഴെത്തിയും തട്ടുകയില്ലയല്ലോ. താഴെ പോയി കിടന്നുകൊണ്ടിടുവിൻ തീയാറിയാൽ കുഴിയും നീക്കിക്കൊണ്ട് പോന്നു കൊണ്ടുവാനല്ലോ. പൈതങ്ങളതു കേട്ടു മാതാവോടുര ചെയ്തു പൈതഹമോടെ മേവും നെലിയുണ്ടതിലമ്മേ. പറക്കാൻ ചിറകില്ല നടപ്പാനില്ല കാലും മരച്ചി കണ്ടലി പിടിച്ചു തിന്നുമല്ലോ. ജന്തുക്കൾ ഭക്ഷിച്ചിടും മരിക്കുന്നതിൽ ഭേദം വെന്തുചാകുന്നതത്രേ ഗതിയെന്നറിഞ്ഞാലും. എന്നതു കേട്ട നേരം അന്നൊരു ശോകത്തോടെ പിന്നെ ഞാൻ പറക്കുകയും മറിഞ്ഞു നോക്കുകയും എന്നുടെ കർമ്മമെന്നു കൽപ്പിച്ചു പോയവളും എന്നുടെ കർമ്മമെന്നു കൽപ്പിച്ചു പോയവളും.